വെൽക്കം ടു കുട്ടാരി കിച്ചൻ. ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കരിമീൻ കിട്ടിയിട്ടുണ്ട്. ഒരു 4 കരിമീൻ ഞാൻ എടുത്തിട്ട് അത് റോസ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ 4 കരിമീനും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. എരിവിനായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് പച്ചമുളകും പിന്നെ കുരുമുളക് പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവ് അധികം കൂടുതലുള്ള ഒരു ഇതല്ല കേട്ടോ, റോസ്റ്റല്ല. ഇതിലുള്ള ചേരുവകളെല്ലാം നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ടാണ് കരിമീൻ നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി മീൻ എങ്ങനെയാണ് പൊരിച്ചെടുക്കുന്നത് നോക്കാം. എന്നും പറയാറുള്ള പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ റോസ്റ്റ് ചെയ്യാനുള്ള 4 കരിമീൻ. അപ്പോൾ ഈ കരിമീൻ നമുക്ക് വൃത്തിയാക്കി എടുക്കണം. ഞാനിപ്പോൾ ചിതമ്പൽ കളഞ്ഞിട്ടില്ല, സൈഡിൽ മുള്ളൊന്നും വെട്ടിയിട്ടില്ല, ഒക്കെ ചെയ്യണം. ഇത് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്രികയൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലത്തൊക്കെ മുള്ളൊക്കെ നമുക്ക് ഇങ്ങനെ വെട്ടി കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള കത്തി ഉണ്ടെങ്കിൽ സൈഡൊക്കെ അങ്ങനെ കൊത്തി എടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമുക്കിത് കത്തി ഉപയോഗിച്ചിട്ട് വെറുതെ കൈ കൊണ്ട് മുറിച്ചെടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈമലൊക്കെ കുത്തി കൊണ്ടിട്ട് കൈമ പണി കിട്ടും നമുക്ക്. കരിമീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിതമ്പലുണ്ടല്ലോ, ചിതമ്പൽ കത്തി ഉപയോഗിച്ചിട്ട് 2 സൈഡും കളയുക. പിന്നെ 2 സൈഡിലുള്ള മുള്ള് കട്ട് ചെയ്ത് കളയുക, വാല് കട്ട് ചെയ്യുക. പിന്നെ മുഖത്ത് അതിൻ്റെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, തലയുടെ അടുത്ത കൂർത്ത ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചെകള കളയുക. പിന്നെ ഉള്ളിലെ കുടലും കളയുക. പിന്നെ നന്നായിട്ട് പല പ്രാവശ്യമായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ കരിമീൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള കുറച്ച് ചേരുവകൾ നമുക്ക് അരച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. ഇഞ്ചി 1 പീസ്, ചുവന്നുള്ളി 6 എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഒരു 10-20 അല്ലിയുണ്ട്, 3 പച്ചമുളക്, ഒരു 2 തണ്ട് വേപ്പില. ഈ ഐറ്റംസിൽ ഇതിൽ ചേർക്കുന്ന ചേരുവകളിലൊക്കെ ഓരോന്നും ചേർക്കണം. അതല്ലാതെ ഒന്നും വിട്ടുപോകാതെ തന്നെ ചേർക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള അരപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ച് വരുമ്പോൾ ഇതിന് ഭയങ്കര സ്മെല്ലാണ്. കാരണം ഇതിൽ ഒരു ചേരുവ വിട്ടുപോയി കഴിഞ്ഞാൽ ടേസ്റ്റ് വ്യത്യാസമാവും. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണേക്കാളും കുറച്ചും കൂടി കൂടുതൽ മഞ്ഞൾപ്പൊടി, 2 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കുക, വെള്ളം ചേർക്കരുത്. അരച്ച് നമുക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് അരപ്പ് മീനിൽ പുരട്ടി എടുക്കുന്നതിന് മുമ്പായിട്ട് മീനിന്മേ കുറച്ച് വരകൾ വരഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ മീനും ഇതേപോലെ വരഞ്ഞ് വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ അരപ്പ് അതിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പോൾ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കൈ കൊണ്ടൊക്കെ തേക്കുമ്പോൾ അതിലിങ്ങനെ ശരിക്കും ഒട്ടി പിടിക്കാതെയൊക്കെ ഇരിക്കും. കാരണം വെളുത്തുള്ളിയുടെയൊക്കെ ഒരു മയം ഉണ്ടല്ലോ, അത് കാരണമുണ്ട്. അപ്പോൾ നന്നായിട്ട് തേച്ച് ഞാൻ പതിച്ച് വയ്ക്കില്ല, നമുക്ക് പറ്റിച്ച് തന്നെ വയ്ക്കാം. അതായത് മസാലയൊക്കെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം വെച്ചിട്ട് വറക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 10-15 മിനിറ്റൊക്കെ ഒന്ന് അതിലേക്ക് ഈ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമുക്ക് വറക്കാം. ഇനി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീൻ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ മീൻ വറുത്തെടുക്കുമ്പോൾ തന്നെയാണ് ഈ മീൻ വറുത്തതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഏതൊരു ഓയിലിനേക്കാളും വെളിച്ചെണ്ണയ്ക്ക് ഒരു പ്രത്യേക മണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ കായുന്ന വരെ നന്നായിട്ട് തീ കൂട്ടിയിടണം. അതിന് ശേഷം മീൻ വറുക്കാനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തീ കുറച്ചിടാം.
അല്ലാതെ കൂടുതൽ തീ വെച്ചിട്ട് നമ്മളിത് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മസാലയുടെ ഈ കൂട്ടൊക്കെ കരിഞ്ഞ് കഴിഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് പോകും, നമുക്ക് കനപ്പ് രസം ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് ഇത് കരിഞ്ഞ് പോവാതെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ വറുക്കണതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളറൊക്കെ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പം ഇനി ഇത് മറിച്ചിടാം. ഇപ്പം എല്ലാ മീനും നമുക്ക് ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ മൊരിഞ്ഞ ഭാഗം കണ്ടോ? അപ്പോൾ ഇതേപോലെ രണ്ട് വശവും നമുക്ക് ഇതേപോലെ മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് പോരായികയുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ ശരിക്കും മൊരിഞ്ഞ് കിട്ടാനും വെളിച്ചെണ്ണ നമ്മളൊന്നുകൂടി ഒഴിച്ചു കൊടുക്കുക പോരെങ്കിൽ. ഇപ്പോൾ നമുക്ക് കരിമീനൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് നീക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ കരിമീൻ ഇനി കിട്ടിയില്ല എങ്കിലും വേറെ ഏത് മീൻ കിട്ടിയാലും നമുക്ക് ഈ ചേരുവകളൊക്കെ ചേർത്തിട്ട് വറുത്ത് കഴിക്കാം കേട്ടോ. അതും നമുക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കേ, ബൈ ബൈ.